ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂ ആട്ടോ പറയണത്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇതെന്റെ ജീവനാണ്, ഞാൻ ഈ കുഞ്ഞെ കളയാനൊന്നും എന്തിനു നിൽക്കില്ല, ഞാൻ ഈ കുഞ്ഞെ വളർത്തും, നല്ല രീതിയിൽ തന്നെ വളർത്തും. ആഹാ, നീ വളർത്തും എല്ലേടി എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ തല്ലാൻ വേണ്ടി പോകുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, പ്രകാശ വേണ്ട, ഞാൻ പറയണ നീ കേക്ക് എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, നോക്ക്, ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത്ര വൃത്തികെട്ട ചിന്താഗതി, എന്റെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ചിന്താഗതി കൊണ്ടുള്ള ആൾക്കാരൊന്നും ഇല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കെന്ന് പറയാണ്. ആഹാ, നിനക്കപ്പോ അവിടെ കൊണ്ടുപോയി വളർത്തണം അല്ലേടി ഈ കുഞ്ഞിനെ, സമ്മതിക്കടി, ഞാൻ ജീവനുണ്ടെങ്കിൽ, പ്രകാശം ജീവനുണ്ടെങ്കിൽ സമ്മതിക്കടി, നോക്കിക്കോന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി പറയണ്ടേ, എന്തൊക്കെ വന്നാലും ഈ കുഞ്ഞിനെ ഞാൻ വളർത്തി വലുതാക്കൂ എന്ന് പറയാണ്. വേറെ ആരില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ്. കാരണം മടുത്തു, അനുഭവിച്ച് മടുത്തു. ഈ നാട്ടിലെ ഏത് പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വന്നാലും ഉള്ളിലെ തീയായിട്ടാണ് വരുന്നത്. ഗർഭിണിയായി കഴിഞ്ഞാൽ ആ പെണ്ണ് 10 മാസം എന്ന് പറയുന്നത് ഉള്ളിലെ തീ വെച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. ഒരു വൃത്തികെട്ട നാടും വൃത്തികെട്ട ആചാരവും എന്ന് പറയുവാട്ടോ. ആ സമയത്ത് പ്രകാശം തേടി എന്ന് പറയുമ്പോഴേക്കും അമ്മ, എടാ പ്രകാശം വാടാന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുവാണ്. ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ലക്ഷ്മിനെ അമ്മമ്മ വിളിച്ചിട്ട് പോയി പ്രകാശിനോട് പറയണ്ടേ, പ്രകാശ നീ അവിവേകമൊന്നും കാണിക്കരുത് എന്ന് പറയാണ്. അവൾ പറഞ്ഞത് കേട്ടില്ലേ അമ്മ എന്ന് പറയാണ്. അവൾ അങ്ങനെയൊക്കെ പറയൂ, പക്ഷെ നമ്മുടെ കുലം നമ്മൾ നോക്കണം, എന്തായാലും നമുക്ക് ആലോചിക്കാടാ, എന്താ വേണ്ടേന്ന് ആലോചിക്കാം, എന്റെ പ്രസവം വരെ ആവട്ടെ, ചിലപ്പോൾ വയറ്റാട്ടികൾക്കും തെറ്റോടാ, ചിലപ്പോൾ അങ്ങനെയാവാൻ ചാൻസ് ഉണ്ടല്ലേ അമ്മേ, ഉണ്ടെന്നേ, നമുക്ക് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മിയുടെ പ്രസവം ആവാണ്. ലക്ഷ്മി ഭയങ്കര വാവിട്ട് കരയാണ്. നമ്മുടെ വയറ്റാട്ടി അടുത്ത് തന്നെ ഉണ്ട്. വയറ്റാട്ടി പറയുന്നുണ്ട്, ഹോ ഭയങ്കര വേദനയാണെന്ന് തോന്നുന്നല്ലോ, പെൺകുട്ടിയായിരിക്കും, അതാ ഇത്ര വേദന എടുക്കണെന്ന് ആ വിവരമില്ലാത്ത സ്ത്രീ ഇടക്കിടക്ക് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ലക്ഷ്മി വേദന കൊണ്ട് പൊളയാണ്. കണ്ടില്ലേ, പെൺകുഞ്ഞായതുകൊണ്ട് അയൽ വീട്ടുകാർ പോലും നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞിട്ട് വയറിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ പ്രകാശിനും അമ്മയെ ആദ്യം പിടിച്ച് കാത്തിരിക്കുക കേട്ടോ. പ്രകാശം പറഞ്ഞു, അമ്മേ ആൺകുഞ്ഞായിരിക്കും അമ്മേ, പറയാൻ പറ്റില്ലടാ, വയറ്റാട്ടികൾക്കും തെറ്റാറുണ്ടല്ലോ അല്ലേ, തെറ്റാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലടാ, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കും. അതേ അമ്മേ, എൻ്റെ അമ്മ എന്നെ കൈവിടില്ല അമ്മേ, എനിക്ക് ആൺകുട്ടി തന്നെയായിരിക്കും, എൻ്റെ അമ്മ രക്ഷിക്കണേ എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ആ സമയത്ത് പെട്ടെന്ന് അകത്തുനിന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുവാട്ടോ. അപ്പോഴേക്കും വയറ്റാട്ടി വരുന്നുണ്ട്. അതെ, ഈ വയറ്റാട്ടിക്ക് തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ പെൺകുട്ടിയാണെന്ന്, അതെ പെൺകുട്ടി തന്നെയാണ് ജനിച്ചിരിക്കണതെന്ന് പറയുവാണ്. എന്ന് പറഞ്ഞിട്ട് പ്രകാശിനും അമ്മ ഇങ്ങനെ നെട്ടുവാട്ടോ. എന്താ കയ്യിലേക്ക് വെച്ച് തരട്ടെ എന്ന് വയറ്റാട്ടി ചോദിക്കുമ്പോൾ, വേണ്ട, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുവാണ്. എന്ത് ചെയ്യൂടാ പ്രകാശ്, ഞങ്ങളിനി എന്ത് ചെയ്യാനാ, നമുക്ക് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ലക്ഷ്മി നല്ല ഉറക്കമാണ്. തൊട്ടടുത്ത് കാർത്തിക കുഞ്ഞു മാവിയായിട്ട് കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രകാശൻ കുഞ്ഞിന് അവിടെ ലക്ഷ്മിയുടെ അടുത്ത് എടുക്കുക കേട്ടോ. കുഞ്ഞ് നല്ല ഉറക്കമാണ്. ആ സമയത്ത് പതുക്കെ കുഞ്ഞിനെ എടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അമ്മമ്മ പറയണ്ട, അവൾ എഴുന്നേറ്റാ, നല്ല ഉറക്കുക, ക്ഷീണോ അവൾക്ക് എന്ന് പറയുവാണ്. ആ സമയത്ത് വാടാ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുവാണ്. പുറത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ആരില്ലാത്തൊരു പ്രദേശം, അവിടെ കുഴൽക്കിണറൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ ആ ഒരു കുഴൽക്കിണർ കാണുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അമ്മേ ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം, മനസ്സിലായി, ഇവിടെ ആകുമ്പോൾ മഴയും വെയിലും ഒന്നും കൊള്ളില്ല അമ്മേ, ഇവിടെ വെക്കാമെന്ന് പറയണ്ട. പ്രശ്നം അവിടെ പ്രകാശ എന്ന് പറയുമ്പോഴേക്കും, എന്ത് പ്രശ്നം, നമുക്കിവിടെ വെക്കാം, അമ്മ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുഴൽക്കിണറിൻ്റെ ഉള്ളിലേക്ക് കുഞ്ഞ് ആ വാവിയായിട്ടുള്ള കാർത്തികനെ വെക്കുക കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞ് കരയുന്നുണ്ട്, എടാ പ്രകാശ വല്ല തെരുവ് നായ്ക്കൾ വലിച്ചുകൊണ്ട് പോവാടാ. അമ്മേ ഇല്ല അമ്മേ, ഇവിടെ തെരുവ് നായ്ക്കളൊന്നും വരില്ല, രാവിലെ വേസ്റ്റ് എടുക്കാൻ എന്നുവെച്ചാൽ അവർ വാരണ പെൺപിള്ളേരെയോ പെണ്ണുങ്ങളോ ആണുങ്ങളോ ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോളൂ അമ്മേ, നമുക്ക് എന്തായാലും തിരിച്ച് നമുക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോകാം എന്ന് പറയുകയാണ്. എടാ പ്രകാശ്, അവൾ എഴുന്നേറ്റാ പ്രശ്നമാവില്ലേ അമ്മേ, അതാ പറഞ്ഞ് നമുക്ക് പോവാന്ന് എന്ന് പറയാണ്. നമ്മുടെ കുലം മുടിയാതിരിക്കാൻ വേണ്ടി കുഞ്ഞിനെ അവളെ ഉപേക്ഷിച്ചു, അവളെ നമ്മളെ വീട്ടിൽ കയറ്റില്ല അമ്മേനെ, ആണ് നമുക്കിനി പോകാമെന്ന് പറഞ്ഞിട്ട് കയ്യും, പ്രകാശനാണെങ്കിൽ അമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ട് പോകുവാട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രകാശം ബ്രേക്ക് പിടിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ കാർത്തിക എഴുന്നേക്കിനെ, എന്ത് പറ്റി, മേഡം നല്ല ഉറക്കമായിരുന്നു അല്ലേ, ചെറിയൊരു കുഴി മേഡം, ഞാൻ വണ്ടി നിർത്തിയതാണ്, മേഡം നല്ല സുഖം നിദ്രയായിരുന്നു തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ കാർത്തിക കണ്ട്, അതേ പ്രകാശിന്റെ ഡ്രൈവിംഗ് നല്ല സ്മൂത്താണ് കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി, ശരി എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക വീണ്ടും പ്രകാശിനെ സൂക്ഷിച്ചു നോക്കുവാണ്. അങ്ങനെ വീണ്ടും ഒരു അങ്ങനെ അതായത് വീണ്ടും ഇതിങ്ങനെ കാണിക്കുക കേട്ടോ, ഇങ്ങനെ ആലോചിക്കണ പോലെ തന്നെ ഇങ്ങനെ കാണിക്കുവാണ്. അങ്ങനെ അവർ നേരെ പോയത് ഒരു കടൽ തീരത്താണ്ടോ. അപ്പൊ കടൽ തീരത്ത് എത്തുമ്പോഴേക്കും പ്രകാശം പറയണ്ടേ, മേഡം കടൽ തീരം എത്തി, ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്തു, നന്നായിട്ട് ഉറങ്ങിപ്പോയി പ്രകാശ, ഒത്തിരി ദൂരമായല്ലേ. അതെ, എനിക്ക് കടൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞത്. പ്രകാശിന് കടൽ ഇഷ്ടമാണോ? പിന്നെ എനിക്ക് കടൽ ഇഷ്ടമാണ് മേഡം, എൻ്റെ വീട് കടൽ തീരത്താണല്ലോ, അതുകൊണ്ട് കടൽ വലിയ പുതുമയൊന്നും ഇല്ല മേഡം, അവിടെ പോകുമ്പോൾ ഒരു കൂടാരം പോലെയുണ്ട്, നല്ല രസമാണ്, വെയിലും മഴയൊന്നും അടിക്കില്ല, നല്ല കാറ്റൊക്കെ കിട്ടും ദേ അവിടെ എന്ന് പറയുമ്പോൾ
പ്രകാശൻ നടുക്കടലിൽ ഇറങ്ങിയിട്ടുണ്ടോ? അയ്യോ ഇല്ല മേഡം, എനിക്ക് പേടിയാ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ കാർത്തിക മനസ്സിൽ വിചാരിക്കണം, തന്നെ ഞാൻ ഇറക്കാടോ, നന്നായിട്ട് തന്നെ ഞാൻ ഇറക്കുന്നുണ്ട്, വെച്ചിട്ടുണ്ടോ തന്നെ ഇറക്കി കൊല്ലുഞ്ഞ് എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കട്ടോ. ശരി പ്രകാശൻ ഇവിടെ നിന്നു, ഞാനൊന്ന് ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓ ശരി മേഡം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക നടന്ന് പോകുവാട്ടോ. അങ്ങനെ പ്രകാശം പറഞ്ഞ സ്ഥലത്ത് തന്നെ കാർത്തിക പോകുന്നുണ്ട്. അവിടെ നമ്മുടെ കാർത്തികേനെ കാത്ത് നമ്മുടെ ലക്ഷ്മി നിപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് കാർത്തിക വേഗം ഓടി തന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മേ എന്ന് വിളിക്കുകയാണ്. ലക്ഷ്മി ആകെ മാറി കേട്ടോ. ലക്ഷ്മി നല്ല ആഭരണമൊക്കെ, ഭയങ്കര പണക്കാരിയാണ് കേട്ടോ, നല്ല ആഭരണമൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ മോള് എത്തിയോ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. ആ അമ്മേ, എന്നെ കൊണ്ടുവന്നത് ആരാന്നറിയാവോ? പ്രകാശൻ, എൻ്റെ അച്ഛൻ എന്ന് പറയാണ്. അമ്മക്ക് കാണണ്ടേ? എനിക്ക് അയാളിനി ജീവിതത്തിൽ കാണണ്ട. അന്ന് എൻ്റെ മോളെ അയാളെ കുഴൽക്കിണറിൽ ഉപേക്ഷിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രം എൻ്റെ കുഴൽക്കിണറിനുള്ളിൽ എൻ്റെ മോളെ കിട്ടിയത്, അതെന്നെ വലിയ കാര്യം എന്ന് പറയുവാണ്. അത് മാത്രമല്ല, അന്ന് അയാൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ ആങ്ങളമാരെ അയാളെ വെട്ടിക്കൊന്നാന് ആ പേടിയുള്ളത് കൊണ്ട് അയാളെ അമ്മേനെ കൊണ്ട് നാട് വിട്ടത്. അയാളോടുള്ള പക എനിക്ക് ഒരിക്കലും തീരില്ല മോളെ. എനിക്കും അങ്ങനെ തന്നെയാണമ്മേ. അയാളുടെ അമ്മയുടെ അടുത്തുള്ള പക ഒരിക്കലും തീരില്ല. അയാൾക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണമ്മേ. പെമ്മക്കളുടെ എപ്പോഴും അറുപ്പും വെറുപ്പുമാണ് അയാൾക്ക്. ദീപ എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്, പാവപ്പെട്ട പെണ്ണിനെ അയാൾ രണ്ടാമത് കല്യാണം കഴിച്ചത്. അതും അമ്മേനെ പോലെ തന്നെയമ്മ, ഒരു പാവം ഒരു സാധു സ്ത്രീയാണ്. അയാളിപ്പോൾ അവരെ ഉപേക്ഷിച്ചു. അവരാണ്ടോ അയാളെ ഉപേക്ഷിച്ചത്. അയാൾ ഈ സ്വഭാവം കാരണം 2 പെമ്മക്കളെയും അയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. കൂടുതൽ ആ കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ദീപാന്റിയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ കല്യാണിനെ കൊല്ലാൻ വേണ്ടിയൊക്കെ നോക്കി തരമേ. പാവം, അവളുടെ സൗണ്ട് അതോടെ നഷ്ടപ്പെട്ടതാ. 10-20 വർഷം സംസാരശേഷി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവൾ അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും. നല്ല കുടുംബജീവിതം അവൾക്ക് കിട്ടിയേക്കണത്. ഇവിടെ അടുത്തൊന്നും അതുപോലെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും ഉണ്ടാവില്ല അമ്മേ. എൻ്റെ അനിയത്തിമാരൊക്കെ നല്ല നിലയില. പക്ഷെ അയാൾ കാത്തിരുന്ന് അയാൾക്കൊരു ആൺകുട്ടി ഉണ്ടായമ്മേ, വിക്രമാദിത്യ. രാജാവിന്റെ പേരൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ജയിൽ പുള്ളിയ. അവൻ ചെയ്യാത്ത കുറ്റകൃത്യങ്ങളൊന്നുമില്ല. അങ്ങനെ തന്നെ വേണം അവന്. പെൺപിള്ളേരെ വെറുക്കണവന് അങ്ങനെ തന്നെ വേണം എന്ന് പറയണം. പാവം, ആ കല്യാണിനെയൊക്കെ അവൻ എത്രമാത്രം ഉപദ്രവിച്ചതാ എന്ന് പറയാണ്. അതേ അമ്മേ, ഞാൻ എൻ്റെ അനിയത്തിമാരെ ഇന്ന് കണ്ടു, എനിക്ക് ഒത്തിരി സന്തോഷമായി. അമ്മക്കും കാണണ്ടേ? വേണം, ഒരു ദിവസം ആവട്ടെ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ടമ്മേ, വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കണം. അത് മാത്രല്ല, അയാളുടെ കൂടെ നിന്ന് അവസാനം കഴുത്തറുത്ത് അയാളെ ഇല്ലാതാക്കണം. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മേനേക്കാളും പകയാണമ്മേ എനിക്ക് അയാളോട് എന്ന് പറഞ്ഞിട്ട് കാർത്തിക പറയണ്ട. അമ്മ എവിടെയെങ്കിലും ഉണ്ടാവും, വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറയും. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഹോട്ടലിൽ മോളെ സ്റ്റേ ചെയ്യണത്. ഇവിടെ ഇടയ്ക്ക് കടൽത്തീരത്ത് ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. മനസ്സിലെ തീ ആളുമ്പോൾ ഇവിടെ വന്നിട്ട് കാറ്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അമ്മ എന്നെ കാണാൻ തോന്നുമ്പോഴൊക്കെ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. അതിനെന്താ മോളെ, അതിനല്ലേ മോളുടെ അടുത്ത് തന്നെ ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറയുവാണ്. ശരി അമ്മേ, അയാളവിടെ കാത്തിരിക്കേണ്ടത്. ഞാൻ കുറച്ചുകൂടി പുകഴ്ത്തട്ടെ, അയാൾ ഡ്രൈവിംഗ് നന്നായിട്ട് പുകഴ്ത്തട്ടെ. പുകഴ്ത്തി അയാൾ ഞാൻ ഇല്ലാതാക്കും എന്ന് പറയാണ്. ശരി മോള് പോയിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക അവിടെ നിന്ന് പോകുമ്പോഴേക്കും ലക്ഷ്മി മനസ്സിൽ വിചാരിക്കണം, അവൻ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാ എൻ്റെ മൂത്ത മോള് വന്നിരിക്കണത്. എടോ പ്രകാശ, തൻ്റെ മൂത്ത മോള് വന്നടോ. അവളെ വെറും തീയല്ല, തന്നെ എരിച്ചു കൊല്ലാവുന്ന തീക്കനൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മീനെ ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കാർത്തിക വീണ്ടും പ്രകാശിന്റെ അടുത്ത് പോകുന്നുണ്ട്. മേഡം എത്തിയാ? പോയാലോ? പോകാം. തൻ്റെ ഡ്രൈവിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നമുക്ക് നേരെ കമ്പനിയിലേക്ക് പോകാം. അവിടെ വെച്ച് തനിക്കൊരു അഡ്വാൻസ് തരാം. പിന്നെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള പേപ്പേഴ്സിലൊക്കെ ഒന്ന് ഒപ്പിടണം കേട്ടോ. ശരി മേഡം, വളരെ നന്ദി എന്ന് പറയാണ്. വാ വണ്ടി എടുക്കുമെന്ന് പറയാണ്. അതിനുശേഷം വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രകാശൻ വണ്ടി ഓടിക്കുമ്പോഴേക്കും വീണ്ടും നമ്മുടെ കാർത്തിക പ്രകാശനെ തന്നെ സൂക്ഷിച്ചു നോക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കണത് ഇവർ സംസാരിക്കണം എന്നല്ല, പുറകു വശത്തുനിന്ന് ഒരു സംസാരം ഇങ്ങനെ കേൾപ്പിക്കണം, നമ്മളിങ്ങനെ പറയിപ്പിക്കുകയാണ്. വേറൊന്നല്ല, പ്രകാശിന്റെ പെമ്പിളരോടുള്ള ഈ ഒരു ദേഷ്യവും ഈ ഒരു അറുപ്പും വെറുപ്പൊക്കെ ശരിക്കും തുടങ്ങിയത് പ്രകാശിന്റെ ആ ഒരു വൃത്തികെട്ട നാട്ടിലുള്ള ആ ചിന്താഗതി കൊണ്ടാണ്. പ്രകാശൻ പെമ്മക്കൾ ഇത്രമാത്രം അകറ്റണേന്നുള്ള ആ ഒരു ഇത് അവിടെ നിന്ന് ഒരു അശരീരി പോലെ നമ്മളിങ്ങനെ കേൾപ്പിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇന്ന് ഫുള്ളും കാണിച്ചത്. പക്ഷെ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പ്രൊമോ ആയിട്ട് രാത്രി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.